ഫ്രീ മാത്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിവിഷൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ ഫലപ്രദമാകും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ 20, 25, x 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണുക എന്നാണ് ചോദ്യം. ശരാശരി കാണാൻ ഇതെല്ലാം കൂടെ കൂട്ടുക. ശരാശരി നമ്മളങ്ങനെ കാണുക, ഇതെല്ലാം കൂടെ കൂട്ടുക. തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 20, 25, x 28, 32 അത് എത്ര തന്നിട്ടുണ്ട്? ശരാശരി 27 തന്നിട്ടുണ്ട്. അതായത് 20ഉം 25ഉം 28ഉം 32ഉം എക്സും കൂടെ കൂട്ടുന്നത് നമുക്ക് 27 × 5 ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് സമം 135 വരും. 135 അതായത് 105 പ്ലസ് എക്സ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 105 കിട്ടും. പ്ലസ് എക്സിൻ്റെ വില 135. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ ഈ കൂടെ കിടക്കുന്ന ഇതിപ്പുറം കൊണ്ടുവന്ന് കുറച്ചാൽ മതി. 135 ന് 105 പോകെ 30 ഉത്തരം. ഓപ്ഷൻ എ ആണ്. നമുക്ക് ശരാശരി കാണാനുള്ള ഫോർമുല എന്താണെന്ന് നമുക്കറിയാം. സം ഓഫ് ഐറ്റംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഇവിടെ എത്ര ഐറ്റം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി 5 കൊണ്ട് ഹരിക്കുന്നത് ശരാശരിയാണെന്ന് പറയാം. ശരാശരിയുടെ ഫോർമുല എങ്ങനെയാണ്? അപ്പോൾ ഇതിനെ നമുക്ക് കൂട്ടുമ്പോൾ എത്ര വരും? 105 പ്ലസ് എക്സിൻ്റെ വില 135. 105 പ്ലസ് എക്സിൻ്റെ വില 135. അങ്ങനെയാണ് എക്സിൻ്റെ വില 135. ഈ കൂടെ കിടക്കുന്ന 105 ഇവിടെ കൊണ്ടുവന്ന് കുറയ്ക്കുക. ഇനി വരുമ്പോൾ -105 ആകും. അതായത് 30 കിട്ടും എക്സിൻ്റെ വില. ഇതിൽ രണ്ടിടത്തും 5² കോമൺ ആയിട്ടുണ്ടായതുകൊണ്ട് അത് നമുക്ക് ഇനി വെളിയിലെടുക്കാം. ഈ റൂട്ടിനുള്ളിൽ തന്നെ 5² ഉണ്ട് ഇതിൽ രണ്ടിലും. അതിന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 3² ഉണ്ട്. പിന്നെ എന്താ ചിഹ്നം? പ്ലസ് പിന്നെ ഒരു 2⁴ ഉണ്ട്. അതായത് റൂട്ട് ഓഫ് 5² 25 ഇൻറ്റു ഇത് ചെയ്യണം. ബ്രാക്കറ്റുള്ളത് ഒന്ന് ചെയ്യണം. 3² 9 പ്ലസ് 16 അതായത് റൂട്ട് ഓഫ് 25 × 25 അതായത് റൂട്ട് ഓഫ് 25ൻ്റെ സ്ക്വയർ. 25 സ്ക്വയറിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ 25 വരും. 225 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അതായത് റൂട്ട് ഓഫ് ഇവിടെ 3² × 5² പ്ലസ് 2⁴ × 5². 5² വെളിയിലെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ടിനുള്ളിൽ തന്നെ 5² എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 3² ഉണ്ട്. പിന്നത്തെ ചിഹ്നം പ്ലസ് പിന്നെ ഒരു 2⁴ ഉണ്ട്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 25 ഇൻറ്റു 5² 25 ഇൻറ്റു 3² 9 പ്ലസ് 16 അതായത് 25 × 25. 25 × 25 എന്ന് പറഞ്ഞാൽ 25². അതിൻ്റെ റൂട്ട് ഒരു 25. ഓപ്ഷൻ സി ആണ് ഉത്തരം. അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എക്സെട്ര. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര. അഖണ്ഡസംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0യും കൂടെ വരും. n അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ n × n - 1/2 എന്നൊരു ഫോർമുല വിളിക്കുക. അപ്പോൾ ആദ്യത്തെ 10 അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 10 × 10 - 1 10 × 9/2. ആദ്യത്തെ 50 അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 50 × 49/2 50 × 50 - 1. ആദ്യത്തെ 25 അഖണ്ഡസംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ 25 × 25 - 1 25 × 24/2. ഇനി അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം ഒരു തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും സാറിന്. 25 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം ഈ 0 ഇൻറ്റു എന്ന് വരുമ്പോൾ എപ്പോഴും ഗുണനഫലം 0 ആയിരിക്കും. ആദ്യത്തെ 20 അഖണ്ഡസംഖ്യകളുടെ ഗുണനഫലം 0. ആദ്യത്തെ 100 അഖണ്ഡസംഖ്യയുടെ ഗുണനഫലം ഇത് എണ്ണം നോക്കണ്ട. ഗുണനഫലം എപ്പോഴും 0 × 1, 2, 3, 4 0 ആയിപ്പോവും. ഇത് ഓർത്തിരിക്കുക. 2.7 × 2.7 × 2.7 പ്ലസ് 2.3 × 2.3 × 2.3 ബൈ 2.7² മൈനസ് 2.7 × 2.3 പ്ലസ് 2.3². ഇവിടെ നമ്മൾ രണ്ട് ഐഡൻറ്റിറ്റിയും ബൈ ഹാർട്ട് ആക്കണം. അതായത് ഒന്ന് a³ പ്ലസ് b³ ഈക്വൽ ടു a പ്ലസ് b × a² മൈനസ് ab പ്ലസ് b². അതേ മോഡലിലാണിത്. a³ പ്ലസ് b³ മുകളിലത്തത്. വേറെ എണ്ണം കൂടെ ഉണ്ട്. a³ മൈനസ് b³ ഈക്വൽ ടു ഇവിടെ a³ മൈനസ് b³ ആണെങ്കിൽ ആദ്യത്തെ ഫാക്ടർ മൈനസ് ആകും എന്നുള്ളതാണ് വ്യത്യാസം. ഒന്ന് പഠിച്ചാൽ മറ്റേത് ഓർത്തിരിക്കാൻ പറ്റും. a³ പ്ലസ് b³ സമയം a പ്ലസ് b × a² മൈനസ് ab പ്ലസ് b². a³ മൈനസ് b³ ഈക്വൽ ടു a മൈനസ് b × a² പ്ലസ് ab പ്ലസ് b². ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് എളുപ്പമാണ്. റൈറ്റ് സൈഡിൽ ഒന്ന് മൈനസ് ആയാലും നടുക്കലത്തേത് പ്ലസ് ആകും. അപ്പോൾ നമുക്ക് ഇതേ ചോദ്യം എങ്ങനെയാണ്? 2.7 3 തവണ അതായത് 2.7 the whole cube. 2.3യും 3 തവണയാണ്. അതായത് a³ പ്ലസ് b³ മോഡലായി by 2.7² minus 2.7 into 2.3 plus 2.3
3 സ്ക്വയർ. ഇത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മോഡലാണ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ച് എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു, അതായത് ആദ്യത്തേത് പ്ലസ് രണ്ടാമത്തേത്, എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ ആദ്യത്തേതിൻ്റെ സ്ക്വയർ മൈനസ് എ ബി ആദ്യത്തേത് ഇൻറ്റു രണ്ടാമത്തേത് പ്ലസ് രണ്ടാമത്തേതിൻ്റെ സ്ക്വയർ, ദ ഹോൾ ഡിവൈഡഡ് ബൈ 2.7 ദ ഹോൾ സ്ക്വയർ. പിന്നെ അതിലുള്ളതങ്ങ് എഴുതുക. മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3 ദ ഹോൾ സ്ക്വയർ. ഈ താഴെയുള്ളത് ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. 2.7 സ്ക്വയർ മൈനസ് 2.7 ഇൻറ്റു 2.3 പ്ലസ് 2.3 സ്ക്വയർ. അതും ഇതും കൂടെ അങ്ങ് ക്യാൻസൽ ആകും. രണ്ടും ഒരുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ എന്തേ ഉള്ളൂ? 2.7 പ്ലസ് 2.3, അതായത് 5.0, അതായത് 5 വരും ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം 5. ഇവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ബൈ ഈ തന്നിരിക്കുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മോഡൽ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഐഡൻറ്റിറ്റി കാണാതെ പഠിക്കണം, ബൈ ഹാർട്ട് ആക്കണം. എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മോഡലായിരുന്നല്ലോ. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതായത് നമുക്ക് ഈ ഇത് 3 തവണ ആയതുകൊണ്ട് എ ക്യൂബ് 2.7 ഇൻറ്റു 2.7 ഇൻറ്റു 2.7 ക്യൂബ് പ്ലസ് 2.3 3 ടൈംസ് 2.3 ദ ഹോൾ ക്യൂബ് ബൈ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എഴുതി. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റപ്പ് ആക്കി എഴുതും. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അതേ മോഡലിൽ എഴുതും. എ പ്ലസ് ബി, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മോഡൽ. എ പ്ലസ് ബി ആദ്യത്തേത് പ്ലസ് രണ്ടാമത്തേത് ഇൻറ്റു എ സ്ക്വയർ ആദ്യത്തേതിൻ്റെ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി ആദ്യത്തേത് ഇൻറ്റു രണ്ടാമത്തേത് പ്ലസ് ബി സ്ക്വയർ രണ്ടാമത്തേതിൻ്റെ സ്ക്വയർ ബൈ ഈ താഴെ ഉണ്ടായിരുന്ന അങ്ങനെ തന്നെ ഇടും. ഈ താഴെ ഉണ്ടായിരുന്ന ഇതും ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും, സെയിം ആണ്. പിന്നെ ഇവിടെ എന്താ ഉള്ളൂ? 2.7 പ്ലസ് 2.3, അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2.7ഉം 2.3യും കൂടെ കൂട്ടുക. റിമൈൻഡർ 1, 10 0 റിമൈൻഡർ 1 5 വരും. 5.0, അതായത് 5. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഈ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യാം. അതായത് ഇതെന്ത് വരും? എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എന്നുള്ള ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യാം. -2⁴ ഇൻറ്റു -2 ഹോൾ സ്ക്വയർ. അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. കൃത്യങ്ക നിയമം ബേസ് ഒരുപോലെ ആയിട്ട് എ റൈസ് ടു എം പ്ലസ് എൻ. ഇനി എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം മൈനസ് എൻ. ഇത് രണ്ട് ഈ കൃത്യങ്ക നിയമങ്ങൾ രണ്ടും ഓർത്തിരിക്കണം. ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ മോഡൽ -2⁴ പ്ലസ് 2 എന്ന് വരും. ഇവിടെ ന്യൂമറേറ്ററിൽ എന്തുകൊണ്ട്? ബ്രാക്കറ്റിലുള്ളത് ഒന്നിച്ചങ്ങ് ചെയ്യാം. ബോട്ട് മാസ് നിയമം അനുസരിച്ച് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ഇവിടെ ബ്രാക്കറ്റിലുള്ളത് ആദ്യം ഒന്ന് ചെയ്യുന്നു. -2⁶ വരും. അതായത് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ഇവിടെ ഉണ്ടായിരുന്ന -2�7 ഡിവൈഡഡ് ബൈ -2�6. അതായത് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ. അതായത് എ റൈസ് ടു എം മൈനസ് എൻ കൃത്യങ്ക നിയമം -2�7 -6. അതായത് -2⁴ എന്ന് പറഞ്ഞാൽ -2⁴ ഏത് പവർ 1 വന്നാലും സെയിം തന്നെ വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം -2. ഇവിടെ -2�7 ഡിവൈഡഡ് ബൈ ഇത് ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. ബോട്ട് മാസ് നിയമം ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ -2 ഇത് ആദ്യം ചെയ്യുക. -2⁴ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ -2⁴ പ്ലസ് 2. അതായത് ഇവിടെ ഉണ്ടായിരുന്നത് -2�7 ഡിവൈഡഡ് ബൈ -2�6. അതായത് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എ റൈസ് ടു എം മൈനസ് എൻ. അതായത് -2�7 -6 എം എൻ -2�1. അതായത് -2. ഓപ്ഷൻ സി ആണ് ഉത്തരം. -1/2 ഇൻറ്റു ഇങ്ങനെ തുടങ്ങി ഇവിടെ 1/2 തുടങ്ങണം. ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5 ഇൻറ്റു 1 - 1/6. ഈ പാറ്റേണിലാണ് വന്നേക്കുന്നത്. ഈ ലാസ്റ്റ് ഫ്രാക്ഷൻ ആയിരിക്കും ആൻസർ 1/6. ആ നിൽക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും ആൻസർ. 1 - 1/2 തുടങ്ങണം. 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇങ്ങനെ വന്നാൽ ഈ 1/4 ആണ് ഉത്തരം. ചെയ്ത് നോക്കണ്ട. സിംപ്ലിഫൈ ചെയ്യാൻ കുറേ സമയം പിടിക്കും. ഇവിടെ 1 - 1/2 ഇൻറ്റു 1 - 1/3 ഇൻറ്റു എക്സെട്ര 1 - 1/10. അത് ലാസ്റ്റ് ഫ്രാക്ഷൻ എഴുതിയാൽ മതി. 1/10 ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ ഫലപ്രദമാകും. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.